ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടി ഒരു ട്രിപ്പ് പോയി. ആ ട്രിപ്പ് പോയതിൻ്റെ വിഷ്വൽസാണ് നിങ്ങളിന്ന് വ്ളോഗായിട്ട് കാണാൻ പോകുന്നത്. സോ ഇന്ന് ഞങ്ങൾ 4 മണിയായപ്പോൾ വെളുപ്പിന് എഴുന്നേറ്റ് മൈസൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും നേരെ ചെന്നൈയിലേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഞങ്ങൾ പോകുന്നുണ്ട്. നല്ല മടുത്തങ്ങ് എന്താ പറയുക, ഉറക്ക ക്ഷീണവും ട്രാവലിങ്ങിൻ്റെ ക്ഷീണവും എല്ലാം ഞങ്ങൾക്കുണ്ട്. പക്ഷേ ഞങ്ങളുടെ വിട്ടുകൊടുക്കാതെ നിൽക്കുന്നത് ഞങ്ങളുടെ ട്രിപ്പാണ്. സോ അങ്ങനെ ഞങ്ങൾ ചെന്നൈ റെയിൽവേ സ്റ്റേഷനിലെത്തി. ചെന്നൈ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് നമ്മൾ വേറൊരു റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം. അങ്ങോട്ട് നമ്മൾ പോകണമെങ്കിൽ നമ്മൾ എന്ത് കയറണം? മെട്രോ കയറണം. സോ നമ്മൾ മെട്രോ കയറാനായിട്ട് പോവാണ്. എസ്കലേറ്ററിൽ കൂടെ കയറി നമ്മൾ മെട്രോയ്ക്ക് വേണ്ടി ഇങ്ങനെ കാത്തിരുന്ന് ഒടുവിൽ മെട്രോ എത്തി. ഇതാണ് ഞങ്ങളുടെ മഹേശ്വരി മാം, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഫീമെയിൽ സ്റ്റാഫ്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും മെട്രോയിൽ ഇങ്ങനെ ഇരുന്നു. ഞങ്ങൾ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങി. സോ ഞങ്ങളിനി ഞാൻ പറഞ്ഞില്ലേ അടുത്ത റെയിൽവേ സ്റ്റേഷൻ, ആ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാണ്. അവിടെ ഞങ്ങളുടെ പെട്ടികളൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചേക്കുക. അങ്ങനെ ഞങ്ങളുടെ ട്രെയിൻ വന്നു. ഉച്ച സമയമായിരുന്നു, അവിടെ നല്ല വെയിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചീട്ടൊക്കെ കളിച്ച് സമയം പോകണ്ടേ കൈസ് എങ്ങനെയെങ്കിലും. അങ്ങനെ വൈകിട്ടായി എങ്ങനെയൊക്കെയോ ഞങ്ങൾ ട്രെയിനിൽ നിന്ന് അങ്ങനെ ഓർഡർ ചെയ്യാൻ നിന്നില്ല. ഞങ്ങൾ പുറത്തുനിന്ന് സ്വിഗ്ഗി വഴി ഓർഡർ ചെയ്ത് അങ്ങനെ ഞങ്ങളെല്ലാവരും ഫുഡ് കഴിച്ചു. ഇതാണ് വിക്ടർ സാർ, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള മെയിൽ സ്റ്റാഫ്. അങ്ങനെ സാറ് എന്തോ സ്പെഷ്യൽ ഫുഡ് ഓർഡർ ചെയ്തത്, അത് ഞങ്ങൾക്ക് എല്ലാവർക്കും വായി വെച്ച് തരുക. നല്ല സ്നേഹനിധിയായ സാറ്. അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടല്ലേ ഗൈസ്? ഓക്കെ, അത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് എൻ്റെ കൂട്ടത്തിലുള്ള അനുപമയില്ലേ, അവളുടെ ബർത്ത്ഡേ. സോ അവളുടെ ബർത്ത്ഡേക്ക് കേക്ക് കിട്ടാത്തതുകൊണ്ട് ഞങ്ങളൊരു തണ്ണിമത്തം വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അതിനുശേഷം ഞങ്ങൾ ആഗ്രയിലെത്തി. ഡൽഹി ഇവിടെ റെയിൽവേ സ്റ്റേഷൻ. അവിടെ ഞങ്ങൾക്ക് വേണ്ടി ഒരു അടിപൊളി ലക്ഷൂറിയസ് ബസ് കാത്തിരിപ്പുണ്ടായിരുന്നു. നല്ല ബസ്സായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ആഗ്രയിലുള്ള ഹോട്ടൽ റൂമിലെത്തി. അങ്ങനെ ഞങ്ങളെല്ലാവരും നല്ല രീതിയിൽ ക്ഷീണിച്ച് എങ്ങനെയെങ്കിലും ഒന്ന് റൂമിൽ ചെന്ന് കിടന്നാൽ മതിയേ കർത്താവേ എന്നുള്ള രീതിയിലാണ് ഞങ്ങളെല്ലാവരും. എൻ്റെ തന്നെ ഇരിപ്പ് കണ്ടില്ലേ ഗൈസ്? അങ്ങനെ ഞങ്ങളെല്ലാവരും ഒരു വിധത്തിൽ ഞങ്ങളുടെ ചെക്കന്മാരൊക്കെ എല്ലാവരും ടയേർഡാ. അങ്ങനെ ഞങ്ങളെല്ലാവരും റൂമിൻ്റെ കീ ഒക്കെ വാങ്ങിച്ച് ഞങ്ങൾ റൂമിൽ എത്തുവാണ്. സോ ഇതാണ് ഞങ്ങൾ റൂം 202. അങ്ങനെ ഞങ്ങൾ റൂമിലെത്തി. എന്ത് പാടായിരുന്നെന്നറിയാമോ? ആ റൂമിലെത്തി സെറ്റായി ഞങ്ങൾ ഒന്ന് റെസ്റ്റ് എടുത്തു. അപ്പോഴത്തേക്കും ഞങ്ങൾ പുറത്തൊരു മിറർ കണ്ടു. അപ്പോൾ പിന്നെ ഞങ്ങൾ പട്ടിഷോ എടുക്കാതിരിക്കുമോ? അങ്ങനെ ഞാനും എൻ്റെ ഫ്രണ്ട്സൂടെ കുറച്ച് പട്ടിഷോ ഫോട്ടോസും വീഡിയോസും എടുത്ത് ഞങ്ങൾ 2 മണിക്കൂർ ഉറങ്ങാൻ പോയി. അത് കഴിഞ്ഞിട്ട് ആ റൂമിൽ നിന്ന് നമ്മൾ ഇറങ്ങി ചെക്കൗട്ട് ചെയ്തു. ചെക്കൗട്ട് ചെയ്തതിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. യെസ്, വി ആർ സെറ്റ് ടു ഗോ. അങ്ങനെ ഞങ്ങൾ ഭോജിക്കാൻ പോയി. എന്തെങ്കിലും വയറ്റിലോട്ട് ചെല്ലണ്ടേ ഗൈസ്, എന്നാലല്ലേ എനർജി ഉണ്ടാവൂ. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് പോയിൻ്റ് ആയിട്ടുള്ള ആഗ്ര ഫോർട്ടിലെത്തി. പണ്ടൊക്കെ GK ടെക്സ്റ്റിൽ ടീച്ചർമാർ പഠിപ്പിക്കുകയും ടെക്സ്റ്റ് പേപ്പർ ഇടുകയൊക്കെ ചെയ്തിരുന്ന സംഭവം ചെയ്ത കൺമുന്നിൽ എക്സൈറ്റ്മെൻ്റ് ആവാതിരിക്കുമോ? അങ്ങനെ ആഗ്ര ഫോർട്ടും കണ്ടു. അതിനുശേഷം അതിൻ്റെ അകത്ത് ഒത്തിരി അടിപൊളി സംഭവമായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഹിസ്റ്റോറിക്കൽ സംഭവം തന്നെയാണ്. അതിന് ഞങ്ങൾ എല്ലാവരും അതിൻ്റെ അകത്തോടൊക്കെ നടന്നു. കുറേ വീഡിയോസും ഫോട്ടോസും കുറേ ഓട്ടവും ചാട്ടവും ബഹളവും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പോയി. ഇതൊക്കെ ഓരോ റീൽസിന് വേണ്ടി എടുത്ത ഷോർട്സ് ആയിരുന്നു കേട്ടോ. അതിനുശേഷം ഞങ്ങൾ കുറേ വീഡിയോസും ഫോട്ടോസും പിന്നെയും കുറേ എടുത്തു. നല്ല ചൂടായിരുന്നു അവിടെ. ചൂടെന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ചൂടായിരുന്നു. അപ്പോഴാണ് ജനലിൽ കൂടെ ഞാൻ നോക്കുമ്പോൾ കാണുന്നു വേൾഡ് വണ്ടറിലൊന്നായ താജ്മഹൽ. അപ്പം മനസ്സിലായി കാണുമല്ലോ നെക്സ്റ്റ് താജ്മഹലാണെന്ന്. സോ ഞങ്ങൾ താജ്മഹലിലെത്തി. മുംതാസിൻ്റെ ഓർമ്മകൾ അങ്ങനെ നിൽക്കുന്ന സിംബൽ ഓഫ് ലവ്. ഓക്കെ. പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ ഒഫീഷ്യലായിട്ടുള്ള TNAI പോയി. TNAI ആണ് ഞങ്ങൾ ശരിക്കുള്ള ട്രിപ്പിൻ്റെ മെയിൻ അട്രാക്ഷൻ. കാരണം ഞങ്ങൾ നഴ്സിംഗ് പ്രൊഫഷണൽസ് ആയതുകൊണ്ട് ഇതൊരു ഒഫീഷ്യലായിട്ടുള്ള പ്ലേസിൽ ഞങ്ങൾ പോയത് കൊണ്ടാണ് ഞങ്ങൾ ഈ ഏപ്രോണും കോട്ടും ഒക്കെ ഇത് ചെയ്തത്. ഫുഡ് കഴിച്ചു. ഞങ്ങൾക്കൊരു കുൽഫി കിട്ടി. അതിനുശേഷം ഞങ്ങൾക്കൊരു സെമിനാർ അറ്റൻഡ് ചെയ്യാനുണ്ടായിരുന്നു. ആ സെമിനാറെല്ലാം ഞങ്ങൾ നല്ല ഭംഗിയായിട്ട് ഉറക്കം തൂങ്ങിയിരുന്ന് അറ്റൻഡ് ചെയ്തെന്ന് വേണേൽ പറയാം. ഉറങ്ങി വീഴുമായിരുന്നു ഗൈസ്, കാരണം അതുപോലെ ഞങ്ങൾ ടയേർഡായിരുന്നു. അതിനുശേഷം ഞങ്ങൾ നേരെ ഫ്ലൈറ്റ് പിടിച്ച് ബസ് കയറി കുത്തബ് മിനാറിൽ പോയി. സോ ലോകത്തിൽ ചെരിഞ്ഞു നിൽക്കുന്ന ഒരേ ഒരു ബിൽഡിംഗ് കുത്തബ് മിനാർ. അങ്ങനെ കുത്തബ് മിനാർ പോയി. അവിടുത്തെ കുഞ്ഞു കുറേ പ്ലേസസും കുറേ ഹിസ്റ്റോറിക്കലായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അതെല്ലാം ഞങ്ങൾ കണ്ടു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഏത് ആംഗിളിൽ നിന്ന് നോക്കിയാലും ഈ സംഭവം ചെരിഞ്ഞു നിൽക്കുന്നതെന്നായിരുന്നു പിന്നെ ചർച്ച. അങ്ങനെ ഞങ്ങൾ മതിലുകളില്ലാത്ത ഗേറ്റിലേക്ക് പോയി, ഇന്ത്യ ഗേറ്റ്. അപ്പോൾ ഇന്ത്യ ഗേറ്റിൽ ചെന്ന് കുറേ പട്ടി ഷോകളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ്. ഞങ്ങൾ ഓട്ട മത്സരവും ചാട്ടവും ബഹളവും
പക്കയായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും ഓടിക്കളിച്ച് അപ്പോഴത്തേക്കാണ് അവിടെ ഒരു ചേട്ടൻ്റെ കയ്യിൽ മറ്റേ ആ മുകളിലോട്ട് ഇങ്ങനെ പറത്തുമ്പോൾ ഇങ്ങനെ ലൈറ്റ് ഇങ്ങനെ കത്തുന്ന സംഭവം. പിന്നെ അതേലായി പിന്നെ ഞങ്ങളെല്ലാവരും അതേ ഇങ്ങനെ താട്ട് വീഴുന്നത് പിടിക്കുന്നു. ആ ചേട്ടൻ നോക്കി നിൽക്കുന്നുണ്ട്, ഈ പെമ്പിള്ളേർ ഇത് എന്താ കാണിക്കുന്നത്, ഇത് കണ്ടിട്ടില്ല എന്നുള്ള രീതിയിലായിരുന്നു. പിന്നെ അവസാനം ആ ചേട്ടനെ ഞങ്ങളൊരെണ്ണം വാങ്ങിച്ചു കേട്ടോ. ഇല്ലേ പിന്നെ വെറുതെ എന്തിനാണ് ഹിന്ദിയിൽ ചീത്ത കേൾക്കുന്നത്. അങ്ങനെ വന്നപ്പോഴത്തേക്കാണ് ഒരു ചേട്ടൻ അവിടെ നിന്ന് അടിപൊളിയായിട്ട് ഡാൻസ് ചെയ്യുന്നത്. അടിപൊളി എന്ന് പറഞ്ഞാൽ ആ ചേട്ടൻ്റെ ആ ഒരു ഡിസബിലിറ്റിയിലും ആ ചേട്ടൻ്റെ ടാലൻറ്റ് ആ ചേട്ടൻ പുറത്ത് കാണിക്കാൻ കൊണ്ടുവന്ന മനസ്സ് സൂപ്പർ. ഇവിടുന്ന് ആ കാണുന്ന സിഗ്നൽ വരെ ഓടും. ഓടിയില്ലെങ്കിലോ ഞാനൊരു ബിയർ വാങ്ങിച്ചു തരും. ഒരാൾക്കോ മൊത്തം എല്ലാവർക്കും സ്പീഡിൽ പോകുന്നല്ല ഞാൻ പറഞ്ഞേ. ഇവിടെ ഞാൻ ഓടും, അവിടെ ചെറിയ നിർത്തത്തുള്ളൂ ഓട്ടം. എന്നിട്ട് എന്താ വാങ്ങി ഐസ്ക്രീം വാങ്ങിച്ചു തരാം എല്ലാവർക്കും. വാ എന്താ സുമ്മാ വാ. ആ ചാലഞ്ച് ഞാൻ അക്സെപ്റ്റ് ചെയ്തു. ഞാൻ എങ്ങനെയൊക്കെയോ ഓടി അവിടെ എത്തിയെന്ന് പറയാം ഗൈസ്. അതിനുശേഷം നമ്മൾ അവിടുന്ന് വൈകിട്ട് ഷിംലയ്ക്കുള്ള യാത്ര ചെയ്തു. മോർണിംഗ് ആയപ്പോഴത്തേക്ക് നമ്മൾ ഷിംലയിലെത്തി. സോ ഞങ്ങളുടെ ബസ്സിൽ നിന്നുള്ള യാത്ര ഒരു ചെറിയ കാറിലേക്ക് ഒതുക്കി. കാരണം എന്താ ഗൈസ്, നമ്മുടെ ഹോട്ടൽ റൂമിൻ്റെ അവിടെ ബസ് പോവില്ല, അവിടെ ഇതുപോലത്തെ കാറേ പോകത്തുള്ളൂ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഹോട്ടൽ റൂം. അത്യാവശ്യം നല്ലൊരു ആംബിയൻസ് ആയിരുന്നു കേട്ടോ. അവിടെ ചെറിയ ഇടുങ്ങിയ റോഡാണെങ്കിലും സൂപ്പറായിരുന്നു. ഇതായിരുന്നു ഞങ്ങളുടെ റൂം. ഒരുമാതിരി കണ്ണാടി റൂമിൽ പെട്ട അവസ്ഥയായിരുന്നു. മൊത്തം കണ്ണാടി, എവിടെ നോക്കിയാലും കണ്ണാടി. അങ്ങനെ ഞങ്ങൾ വൈകുന്നേരമായപ്പോൾ മോൾ റോഡിൽ പോയി. ആ സമയമായപ്പോൾ ചെറുതായിട്ട് തണുപ്പ് കൂടാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെ ഞങ്ങളൊരു പള്ളിയൊക്കെ വിസിറ്റ് ചെയ്തു. അതിനുശേഷം അവിടുത്തെ കുറച്ച് വ്യൂ പോയിൻറ്റ്സും കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ ടെമ്പിളിൽ പോകുന്നു. ആ ടെമ്പിൾ എന്ന് പറഞ്ഞാൽ നല്ല പൊക്കത്തിലായതുകൊണ്ട് ഞങ്ങൾ സിപ്പ് ലൈനിലാണ് പോയത്. സോ ഞങ്ങളെല്ലാവരും ഉണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യുക ഞങ്ങളുടെ സിപ്പ് ലൈനിലുള്ള യാത്രയ്ക്ക് വേണ്ടി. അപ്പോഴത്തേക്കും അതാ മന്ദം വരുന്നു നമ്മുടെ സിപ്പ് ലൈൻ. സോ ഈ സിപ്പ് ലൈനിലാണ് ഗൈസ് നമ്മളെല്ലാവരും ആ ഒരു ടെമ്പിൾ. അങ്ങനെ സിപ്പ് ലൈനിൽ കയറി ഞങ്ങൾ മേളിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഡ്രസ്സ് ഇട്ട് കുറച്ച് പട്ടിഷോ ഞങ്ങൾ അവിടെ കിടന്ന് കാണിച്ചു. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ നമ്മൾ അവിടുന്ന് അടുത്ത പോയിന്റിലേക്ക് പോയി, ഷിംലയിലുള്ള ഓഫ് റോഡ് വഴി. അപ്പോൾ അങ്ങോട്ട് നമ്മൾ ട്രാവൽ ചെയ്തു. അവിടെ എത്തി. അവിടുന്ന് നമ്മൾ കുതിരപ്പുറത്താണ് പിന്നെ മണ്ടയിലോട്ട് അങ്ങ് പോയത്. എൻ്റെ ദൈവമേ, നമ്മൾ ടെൻഷനായി പോകും, കാരണം തഴപ്പുവോ അല്ലയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ. കാരണം അതുപോലത്തെ റോഡായിരുന്നു. കുതിരയും നല്ല സൂപ്പറായിരുന്നു, കുതിരയുടെ മറ്റേ ആ ചേട്ടന്മാരും നല്ല സൂപ്പറായിരുന്നു. അവിടെ ചെന്ന് കുറേ ആക്ടിവിറ്റീസൊക്കെ ചെയ്ത്. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ആക്ടിവിറ്റിയിൽ ഒന്നിൽ കയറുമ്പോഴാണ് അത് സംഭവിച്ചത്. അനുപമയെ സിപ്ലൈനിൽ കയറി അവളൊരു ചേട്ടനെ തലമണ്ട അടിച്ച് തെറിപ്പിച്ചിട്ടാണ് പോകുന്നത്. അവൾ എന്നിട്ട് ആ ചേട്ടനൊന്ന് തെറ്റിയിരുന്നെങ്കിൽ ഗൈസ് പോയേനെ താഴെ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഓരോ ആക്ടിവിറ്റീസിന് വേണ്ടി ക്യൂ നിൽക്കുമായിരുന്നു. നല്ല തിരക്കായിരുന്നു അവിടെ. അതിനുശേഷം നമ്മൾ കുളുവിലേക്ക് പോയി. കുളുവിൽ നല്ല കുളിർമളയായിരുന്നു. കാരണം അവിടുത്തെ തണുപ്പെന്ന് പറഞ്ഞ് എൻ്റെ പൊന്നെ ഇജാതി തണുപ്പില്ലായിരുന്നു ആ വെള്ളത്തിന്. നമ്മൾ കൈ തൊട്ടാൽ നമ്മുടെ കൈ മരച്ചു പോകുന്ന തണുപ്പ്. ഇതായിരുന്നു ഞങ്ങളുടെ ഫുഡ് എല്ലാ ദിവസത്തെയും ഫുഡ് അടിപൊളിയായിരുന്നു. അങ്ങനെ കുളുവിലെ നല്ല കുളിർമഴയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ മണാലിക്ക് വിട്ടു. യെസ്, അങ്ങനെ ഞങ്ങൾ മണാലിയിൽ സ്നോയിൽ തുള്ളി കളിക്കാൻ പോയി. അന്ന് വൈകിട്ട് അവിടെ വെച്ചൊരു DJ പാർട്ടി ഉണ്ടായിരുന്നു. അടിച്ച് പൊളിച്ചു. DJ പാർട്ടി കഴിഞ്ഞിട്ട് നമുക്കൊരു ക്യാമ്പ് ഫയർ ഉണ്ടായിരുന്നു. സാധാരണ ഞാൻ ഈ സിനിമയിലൊക്കെ ഇങ്ങനെ ക്യാമ്പ് ഫയർ കണ്ടിട്ടുള്ളൂ. ഈ ക്യാമ്പ് ഫയർ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അതിനുശേഷം നമ്മൾ ഒരു ടണൽ വഴി കയറി പോവുക. എൻ്റെ ദൈവമേ, ടണൽ പോയിട്ടും മുന്നോട്ട് തീരണ്ടേ ടണൽ. അത് കഴിഞ്ഞ് ടണൽ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരു വിഷ്വല് കണ്ടു. ഇത് കണ്ടപ്പോൾ സത്യം പറഞ്ഞ പുതുവെള്ളൈ മഴை ഇങ്ങ് പൊഴികിன்றது ഈ പാട്ടാണ് എനിക്ക് ഓർമ്മ വന്നേ. പിന്നെ നല്ല ബ്ലോക്കായിരുന്നു അവിടെ. ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഉറുമ്പഴിയുന്ന പോലാണ് എഴഞ്ഞെഴഞ്ഞ് പോയത്. അവിടെ നമുക്ക് ആ ഒരു സ്നോയിൽ ഒരു പ്രത്യേക ഡ്രസ്സ് ഉണ്ടായിരുന്നു. ആ ഡ്രസ്സ് ഇട്ടുകൊണ്ടാണ് ഞങ്ങൾ പോകുന്നത്. ഇതെൻ്റെ കൂട്ടത്തിലുള്ള 2 കൂട്ടുകാരാണ് ഗൈസ്.
കണ്ടില്ലേ, സ്നോ കണ്ടതിൻ്റെ ആക്രാന്ത വേറൊന്നും അല്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഗോൾഡൻ ടെമ്പിൾ വിസിറ്റ് ചെയ്തു. അവിടെ ഒത്തിരി ഫോട്ടോസും വീഡിയോസും ഒന്നും നമ്മളെ കൊണ്ട് അവർ എടുപ്പിക്കത്തില്ലാത്തതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒത്തിരി ക്ലിപ്പിങ്സ് ഒന്നും കിട്ടിയില്ല. ഇതാണ് ഗൈസ് നമ്മുടെ വാഗാ ബോർഡർ. സോ ഞങ്ങൾ ആ നെക്സ്റ്റ് വാഗാ ബോർഡറിലാണ് പോയത്, ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ. സത്യം പറഞ്ഞാൽ ഗൈസ് നമ്മൾ ഇച്ചിരി നേരത്തെ ആയിരുന്നു വാഗാ ബോർഡറിൽ എത്തിയത്. സോ വാഗാ ബോർഡറിൽ എത്തി നമ്മൾ പാകിസ്ഥാൻകാർ പാകിസ്ഥാൻ ബോർഡർ ഉണ്ടാ എന്നിട്ട് അത് ഈ ഒരു സോൾജിയർ, സൂപ്പർ സോൾജിയറായിരുന്നു. പുള്ളിയുടെ പെർഫോമൻസ് വാസ് ഓസം. പിന്നെ നമുക്ക് അവിടെ വാഗാ ബോർഡറിൽ അവിടെ നിന്ന് അവർക്ക് പാട്ടൊക്കെ ഇട്ട് തരും. ആ പാട്ടൊക്കെ വെച്ച് നമുക്ക് ഡാൻസൊക്കെ കളിക്കായിരുന്നു. ഞങ്ങളൊക്കെ ചുമ്മാ കുറേ ഡാൻസൊക്കെ കളിച്ചു ഇങ്ങനെ. അതിനുശേഷം പരേഡ് സ്റ്റാർട്ട് ചെയ്തു. എന്താ ഗൈസ്, ഗൂസ് ബംസ് വന്നോ? സോ നെക്സ്റ്റ് ഞങ്ങൾ സരോജിനി മാർക്കറ്റിൽ പോയി ഞങ്ങൾ പർച്ചേസിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ലോട്ടസ് ടെമ്പിളും വിസിറ്റ് ചെയ്തു. അതിനുശേഷം ഞങ്ങൾ ബാക്ക് ടു മൈസൂർ. അങ്ങനെ ഞങ്ങളുടെ കോളേജ് ട്രിപ്പ് അവിടെ സൈനിങ് ഓഫ് ആയിരുന്നു. സോ അടിപൊളി ട്രിപ്പായിരുന്നു. സോ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് പ്ലീസ് സപ്പോർട്ട് മീ. യു ആർ വാച്ചിങ് ഐഷൂസ് വ്ലോഗ് ആൻഡ് സൈനിങ് ഓഫ്. ബൈ ബൈ.